ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എപ്പോഴും എന്തിനാ ഈ ഗുരുത്വാകർഷണത്തിൻ്റെ പാർട്ട് 1 ആണ് പാർട്ട് 2 ആണെന്നൊക്കെ പറയുന്നതെന്ന്. ചിലപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവും, ചിലർ ഓടിച്ചാടി വന്ന് വീഡിയോ കാണുന്നവരുണ്ടാവും. അവർക്കൊരു അന്തമൊന്നും ഉണ്ടാവില്ല ഏത് ഭാഗമാണോ എന്താണ് ഏതാണെന്നൊക്കെ. അപ്പോൾ അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ചന്ദ്രനിലെ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടാണ് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയതാണ് വസ്തുവിൻ്റെ മാസ് കൂടുതലാണ്, ഒരേ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ മാസ് കൂടിയ വസ്തുക്കൾക്ക് ലഭിക്കുന്ന ത്വരണം കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ മാസ് എന്ന് പറയുന്ന സംഭവം എന്താ, നമുക്കത് നോക്കിയാലോ എന്താണെന്ന്. ഒരു ചാക്ക് സിമെൻറ്റിന് 50 കിലോഗ്രാം ഭാരമുണ്ടെന്നും 50 കിലോഗ്രാം മാസ് ഉണ്ടെന്നും നാം പറയാറുണ്ട്. നിങ്ങൾ പറയാറുണ്ടോ അങ്ങനെ? ആർക്കറിയാലേ. ഇവ രണ്ടും ഒന്ന് തന്നെയാണോ നമുക്ക് പരിശോധിക്കാം. മാസും ഭാരവും ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മാസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പേന എടുക്കാം. ആ പേനയുടെ ഉള്ളിൽ ഒരു റീഫില്ലുണ്ട്, അതിനൊരു ക്യാപ്പ് ഉണ്ട്. ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് ആ ഒരു പേനയുടെ മാസ് എന്ന് പറയുന്നത്. മാസ് അളക്കുന്നത് ഏത് ഉപകരണം ഉപയോഗിച്ചാണ്? ഏത് ഉപകരണം ഉപയോഗിച്ചിട്ടാണ് മാസ് അളക്കുന്നത്? കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വസ്തുവിൻ്റെ മാസ് അളക്കുന്നത് അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോമൺ ബാലൻസിൽ മറ്റൊരു വസ്തുവിൻ്റെ മാസുമായി താരതമ്യം ചെയ്താണ് ഒരു വസ്തുവിൻ്റെ മാസ് കണക്കാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസിൻ്റെ യൂണിറ്റ് എന്താണെന്ന്, മാസിൻ്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ മാസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഭാരം എന്താണെന്ന് നോക്കാം. ഭാരം എന്നത് ഒരു ബലമാണ്. ഭാരം എന്ന് പറയുന്നത് എന്താ? ഒരു ബലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ഭാരം എന്ന് പറയുന്നത് എന്താ? ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ചന്ദ്രനിലോ മറ്റ് ആകാശഗോളങ്ങളിലോ ആയിരിക്കുമ്പോൾ ആ ഗോളങ്ങൾ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് വസ്തുവിൻ്റെ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയിലെ ഭാരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ചന്ദ്രനിലായാലും മറ്റ് ആകാശഗോളങ്ങളിലും ആയിരിക്കുന്ന സമയത്ത് ആ ഗോളങ്ങൾ ആ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ മാസ് m ആയാൽ വസ്തുവിൻ്റെ ഭാരം mg ആയിരിക്കും. സ്പ്രിംഗ് ബാലൻസ്, പ്ലാറ്റ്ഫോം ബാലൻസ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഭാരം അളക്കുന്നത്. അപ്പോൾ രണ്ട് ഉപകരണങ്ങളുടെ പേരിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാ? സ്പ്രിംഗ് ബാലൻസും ഉണ്ട്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ബാലൻസ് തുടങ്ങിയവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താ അളക്കുന്നത്? ഭാരം അളക്കുന്നത്. ഇനി ഭാരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അപ്പോൾ നിങ്ങൾ മാസും ഭാരവും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കോമൺ ബാലൻസിൻ്റെയും സ്പ്രിംഗ് ബാലൻസിൻ്റെയും പ്ലാറ്റ്ഫോം ബാലൻസിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കിലോഗ്രാം വെയിറ്റ് എന്നത് ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ്. അപ്പോൾ ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ഉണ്ട്, അതേപോലെ തന്നെ കിലോഗ്രാം വെയിറ്റും ഉണ്ട്. സ്പ്രിംഗ് ബാലൻസിൽ സാധാരണയായി കിലോഗ്രാം വെയിറ്റിനെ കിലോഗ്രാം എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്പ്രിംഗ് ബാലൻസിൽ കിലോഗ്രാം എന്ന് മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. നമുക്ക് ആ ബോക്സിലും കൂടി നോക്കിയിട്ട് പ്രോബ്ലം നോക്കാം കേട്ടോ. ഒരു കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത് 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 കിലോഗ്രാം ഭാരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് എന്ത്? 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. അതായത് F=ma. ഭൂമി പ്രയോഗിക്കുമ്പോഴോ F=mg വരും അല്ലേ. അതായത് 1 കിലോഗ്രാം വെയിറ്റ് = 1 കിലോഗ്രാം ഇൻറ്റു ജിയുടെ വില എന്ന് പറയുന്നത് 9.8 ആണ്. അപ്പോൾ എന്ത് വരും? 9.8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് 9.8 ന്യൂട്ടൺ. അതായത് 1 കിലോഗ്രാം വെയിറ്റ് = 9.8 ന്യൂട്ടൺ എന്ന് വരുന്നത്. നേരത്തെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു 50 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം കണ്ടുപിടിക്കാൻ. 50 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം =mg. അതായത് ജി എന്ന് പറയുന്നത് എന്താ? ഭൂമി അതിലേക്ക് ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്, അതാണ് ജി കൊടുത്തത് കേട്ടോ. അപ്പോൾ 50 ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.8 ഈക്വൽ ടു എന്ത് വരും? 2 കൂടി ഗുണിക്കുമ്പോൾ 490 ന്യൂട്ടൺ. ഇത് 50 കിലോഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ കിലോഗ്രാം ഭാരം എന്നും അറിയപ്പെടുന്നു. വസ്തുക്കളുടെ ഭാരം കണ്ടുപിടിക്കാൻ പറയാന്നുണ്ടെങ്കിൽ F=mg എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിക്കാം. എന്നിട്ട് ജിക്ക് 9.8 എന്ന് പറയുന്ന വില കൊടുത്തിട്ട് വേണം ചെയ്യാൻ.
മനസ്സിലായല്ലോ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കുക. ഈ വസ്തുവിനെ ചന്ദ്രനിൽ എത്തിച്ചാൽ ഭാരം എത്രയായിരിക്കും? അപ്പൊ ചന്ദ്രനിലുള്ള ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാന്നുണ്ടെങ്കിൽ ജിയുടെ വാല്യൂ ഒക്കെ തരും കേട്ടോ. അപ്പോൾ അത് വെച്ച് പേടിക്കൊന്നും വേണ്ട. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരുന്നോ 1.62 ആണെന്ന്. അപ്പോൾ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് mg ആണ്. അപ്പോൾ എം എന്ന് പറയുന്നത് 10ഉം ജി എന്ന് പറയുന്നത് 9.8 ആണ്. അപ്പോൾ ഇവിടെ 98 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി ചന്ദ്രനിലേക്ക് പോയാലോ, അവിടെ 1.6 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ജിക്ക് പകരം 10 × 1.6 കൊടുക്കാം. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? 16.2 ന്യൂട്ടൺ. ഈ ദശാംശ സ്ഥാനം ഇട്ട് ചെയ്യാൻ അറിയാത്തവർ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വർക്ക് എനർജി എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്, അതിലെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പ്രപഞ്ചത്തിൽ എവിടെയായിരുന്നാലും വസ്തുവിന്റെ മാസിന് മാറ്റമുണ്ടാകില്ല. എന്നാൽ ഭാരമോ? മാസും ഭാരവും താരതമ്യം ചെയ്യുക. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. മാസ്, ഭാരം. മാസ് എന്ന് പറയുന്നത് കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. ഭാരം എന്ന് പറയുന്നത് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കൂടുതൽ പോയിന്റുകൾ ആഡ് ചെയ്യാം. ഇനി മാസിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതിശ അളവാണ് മാസ് എന്ന് പറയുന്നത്. ഭാരം എന്ന് പറയുന്നത് സദിശ അളവാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, സദിശവും അതിശവും. സദിശ അളവ് എന്ന് വെച്ചാൽ എന്താ? ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ. മാസ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സ്ഥിരമായിരിക്കും. ഭാരം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തുമുള്ള ജിയുടെ മൂല്യം മാറുന്നതിനനുസരിച്ച് ഭാരത്തിൻ്റെ അളവ് മാറും. ഇനി മാസിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഭാരത്തിൽ എന്തായിരിക്കും വരിക? കിലോഗ്രാം ഭാരം അല്ലെങ്കിൽ ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. ഭാരം എന്ന് പറയുന്നത് വസ്തുവിനെ ഭൂമി അല്ലെങ്കിൽ ഒരു ഗ്രഹം ആകർഷിക്കുന്ന ബലമാണ്. ഇത് രണ്ടും എന്തായാലും പഠിച്ചു വയ്ക്കണം കേട്ടോ. അടുത്തത് നോക്കാം നമുക്ക്. കൊച്ചിയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കപ്പലിൽ കയറ്റി അയച്ച വസ്തുക്കളെ കൊച്ചിയിൽ ഉപയോഗിച്ച അതേ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഇംഗ്ലണ്ടിൽ വച്ച് തൂക്കിയപ്പോൾ 20 ന്യൂട്ടൺ ഭാരം കൂടുതലായി കണ്ടു. എന്തായിരിക്കും കാരണം? അതുകൊള്ളാലോ, നല്ല പരിപാടിയാണല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു ബിസിനസ്സൊക്കെ തുടങ്ങാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഭൂമിയിൽ കൊച്ചിയുടെ സ്ഥാനം ഭൂമധ്യരേഖാ പ്രദേശത്തിനടുത്തും ഇംഗ്ലണ്ട് ധ്രുവപ്രദേശത്തിനടുത്തുമാണ്. ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം വളരെ കൂടുതലും ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം വളരെ കുറവുമാണ്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ വസ്തുവിൻ്റെ ഭാരം കൂടുതൽ അനുഭവപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിന് ധ്രുവപ്രദേശത്താണോ ഭൂമധ്യരേഖാ പ്രദേശത്താണോ ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നത്? എവിടെയായിരിക്കും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കിയാൽ എവിടെയായിരിക്കും എന്ന്. ധ്രുവപ്രദേശങ്ങളാണ് ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നത് അല്ലേ. അതായത് G=GM/r² എന്ന് പറയുന്ന ആ ഒരു സമവാക്യത്തിൽ ആരം കുറവുള്ള ധ്രുവപ്രദേശത്താണ് വസ്തുക്കൾക്ക് ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നത്. ഞാൻ ആൻസർ ഒരു പ്രാവശ്യം പറഞ്ഞു, എന്നാലും ജസ്റ്റ് ഒന്ന് വായിക്കാം. ധ്രുവപ്രദേശത്ത് ഭൂമിയുടെ ആരം കുറവും ഭൂമധ്യരേഖാ പ്രദേശത്ത് ആരം കൂടുതലുമാണ്. ആരം കുറവുള്ള ധ്രുവപ്രദേശത്ത് വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ഭാരം കൂടുതലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? 0 ആണ് അല്ലേ. ഭൂകേന്ദ്രത്തിൽ വസ്തുവിനെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആകർഷിക്കപ്പെടുന്നു. അതിനാൽ ആകെ ബലം 0 ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം 0 അതിനാൽ കേന്ദ്രത്തിൽ ഭാരവും 0 അടുത്തതാണ് നിർബാധ പതനവും ഭാരമില്ലായ്മയും. ഒരു സ്പ്രിംഗ് ബാലൻസിൽ 20 ഗ്രാം തൂക്കക്കട്ടി കൊളുത്തിയിട്ട് സ്പ്രിംഗ് ബാലൻസ് കയ്യിൽ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് താഴ്ത്തുക. ഈ സമയത്ത് റീഡിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? പെട്ടെന്ന് താഴ്ത്തുമ്പോൾ പെട്ടെന്നൊരു ഭാരക്കുറവ് തോന്നും. അതുകൊണ്ട് റീഡിങ്ങിൽ കുറവായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി ഇവയെ സ്വതന്ത്രമായി പതിക്കാൻ അനുവദിച്ചാൽ റീഡിങ് 0 കാണാമല്ലോ. അപ്പോൾ അതിനെ വെറുതെ ഒന്ന് താഴത്തേക്ക് ഇടാണെന്നുണ്ടെങ്കിലോ പിന്നെ ഈ പറഞ്ഞ 20 ഗ്രാം എന്ന് പറഞ്ഞ റീഡിംഗ് ഒന്നും അതിലുണ്ടാവില്ല, 0 ആയിരിക്കും കാണിക്കാം. അതിനുള്ള കാരണം പറയുന്നത് ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും. ഇത്തരം ചലനമാണ് നിർബാധ പതനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ ഫ്രീ ആയിട്ട് താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചലനത്തെ പറയുന്നതാണ് നിർബാധ പതനം എന്ന് പറയുന്നത്. നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണമുണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് എന്തായാലും ത്വരണം ഉണ്ടായിരിക്കും. അതിപ്പോൾ നിർബാധം ആയാലും എങ്ങനെയായാലും കണക്ക് തന്നെ. അപ്പോൾ നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ത്വരണം ഉണ്ടാവാനുള്ള കാരണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ത്വരണത്തിന് ആവശ്യമായ ബലം നൽകുന്നത് ഗുരുത്വാകർഷണമാണ്. അപ്പോൾ ഭൂമി അതിന്മേൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഗുരുത്വാകർഷണ ബലമാണ് അതിന് ത്വരണം ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുരുത്വാകർഷണം നൽകുന്ന ബലം മുഴുവൻ ത്വരണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ പിന്നെ വസ്തുവിന് ഭാരം ഉണ്ടാകില്ലെന്ന് പരീക്ഷണത്തിൽ കൂടി വ്യക്തമായല്ലോ. അപ്പോൾ
ഭൂമി വസ്തുമേൽ പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിന് ത്വരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വസ്തുവിന് ഭാരം ഉണ്ടാകില്ല എന്ന്, അല്ലെങ്കിൽ ഭാരം 0 ആണെന്ന് പറയുന്നത്. ഭാരമില്ലായ്മ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് സ്പേസ് സ്റ്റേഷനുകളിൽ ഭൂമിയെ ചുറ്റുന്നയാൾക്ക്. അടുത്തത് നമുക്ക് പറയാം, യന്ത്ര ഊഞ്ഞാലിൽ താഴേക്ക് വരുമ്പോൾ, ലിഫ്റ്റിൽ താഴേക്ക് വരുമ്പോൾ, തെങ്ങിൽ നിന്നും വീഴുന്ന തേങ്ങയ്ക്ക് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടാൻ കാരണമെന്ത്? നേരത്തെ പറഞ്ഞതാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ, എന്നാലും പറയാം. വസ്തുവിന് ലഭിക്കുന്ന ആകർഷണ ബലം മുഴുവൻ ത്വരണത്തിനായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നത്. ഈ ആകർഷണ ബലം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ലഭിക്കുന്ന ആ ഒരു ആകർഷണ ബലം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ത്വരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഭാരം 0 ആയിട്ട് മാറുന്നത്. നിർബാധം പതിക്കുന്ന കല്ലിൻ്റെ ചലനം നേർരേഖയിലാണോ? നേർരേഖയിലാണ് അല്ലേ. മുകളിൽ നിന്ന് കല്ല് താഴത്തേക്ക് വീഴുമ്പോൾ കല്ലിന് തോന്നും ഒന്ന് സൈഡിലേക്കൊന്ന് പോയാലും തോന്നും ഇല്ലല്ലോ, നേർരേഖയിൽ തന്നെ വീഴുള്ളൂ അല്ലേ. എന്നാൽ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ചലനം ഏത് തരത്തിലാണ്? അത് വട്ടത്തിലാണ് കിടന്ന് കറങ്ങുന്നത് അല്ലേ. ഇത്തരത്തിലുള്ള ചലനങ്ങൾക്ക് ഉദാഹരണം എഴുതുക. കല്ല് കയറിൽ കെട്ടി കറക്കുന്നത്. ഇനി ഫാനിൻ്റെ ചലനം എഴുതാം, അതുപോലെ തന്നെ സൈക്കിളിൻ്റെ വീലിൻ്റെ ചലനം എഴുതാം, അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളുടെ ചലനങ്ങളൊക്കെ എഴുതാം അല്ലേ. അടുത്തതാണ് വർത്തുള ചലനം. ചരടിൽ കെട്ടിയ ഒരു കല്ല് ചിത്രത്തിൽ കാണുന്നത് പോലെ കറക്കിയാൽ കല്ലിൻ്റെ ചലനം വൃത്തപാതയിലല്ലേ? ഇത് വർത്തുള ചലനമാണ്. ഈ കല്ല് വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അത് സമവർത്തുള ചലനമാണ്. ഒരു വസ്തു വൃത്തപാതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത്തരം ചലനത്തെ പറയുന്നതാണ് വർത്തുള ചലനമെന്ന്. ഇനി ആ വസ്തു സഞ്ചരിക്കുന്നത് തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചലനത്തെ പറയുന്നതാണ് സമവർത്തുള ചലനമെന്ന്. ഈ വസ്തുവിന് സമവേഗമാണെങ്കിലും സമപ്രവേഗം ആയിരിക്കുമോ? എന്തുകൊണ്ട്? ആ വസ്തുവിന് സമപ്രവേഗമായിരിക്കില്ല. ആ വസ്തു സഞ്ചരിക്കുന്നത് ഒരേ വേഗതയിലായിരിക്കും, പക്ഷേ അതിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സമപ്രവേഗമല്ലാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു വൃത്തപാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ദിശ മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പ്രവേഗവും മാറും. ചോദിച്ചിരിക്കുന്നത് ഈ വസ്തുവിൽ ഏതെങ്കിലും ബലം അനുഭവപ്പെടുന്നുണ്ടോന്ന്. ബലം അനുഭവപ്പെടുന്നുണ്ട്. ബലം അനുഭവപ്പെടുന്നതുകൊണ്ടാണല്ലോ ആ കല്ല് വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലേക്ക് ബലം അനുഭവപ്പെടുന്നുണ്ട്. ചരട് കയ്യിൽ നിന്നും വിട്ടാൽ കല്ല് ഏത് ദിശയിലായിരിക്കും ചലിക്കുക? തൊടുവരയിൽ കൂടിയായിരിക്കുമല്ലോ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് 4.16 എന്ന് പറഞ്ഞിട്ട്. അതിൽ തൊടുവര എന്ന് പറഞ്ഞൊരു ഭാഗം കണ്ടിട്ടുണ്ടല്ലോ. അതേ കൂടെ ആയിരിക്കും കല്ല് ചലിക്കുന്നത്. വേഗമാറ്റത്തിൻ്റെ നിരക്കാണല്ലോ ത്വരണം. അതായത് ത്വരണം കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? v-u/t ആണ്. വർത്തുള പാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. അതായത് ഒരു വൃത്തപാതയിലാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ അതിനുണ്ടാകുന്ന ത്വരണത്തെ പറയുന്നതാണ് അഭികേന്ദ്ര ത്വരണം എന്നും. ഈ ത്വരണത്തിന് ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. അത് നമ്മുടെ കൈയല്ലേ ഇത് നൽകിയതെന്ന്. അതായത് അഭികേന്ദ്ര ബലം നൽകുന്നത് നമ്മുടെ കൈയാണ്. നമ്മുടെ കയ്യിൽ നിന്നാണ് അതിന് ബലം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ബലത്തെ പറയുന്നതാണ് അഭികേന്ദ്ര ബലം എന്ന്. ഓക്കെ അല്ലേ. അഭികേന്ദ്ര ബലം ഇല്ലെങ്കിൽ വർത്തുള ചലനം ഉണ്ടാകുമോ? ഉണ്ടാവില്ല അല്ലേ. അഭികേന്ദ്ര ബലം എവിടെയൊക്കെയാണ് അനുഭവപ്പെടുന്നതെന്നാണ് ഇനിയുടെ പറഞ്ഞിരിക്കുന്നത്. ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതും സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും അഭികേന്ദ്ര ബലത്തിന് വിധേയമായിട്ടാണ്. അപ്പോൾ അഭികേന്ദ്ര ബലം അനുഭവപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഭികേന്ദ്ര ബലത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത്. വാഹനത്തിൻ്റെ മാസും വേഗവും വളവിൻ്റെ വക്രതയും വാഹനം മറയുന്നതിനുള്ള പ്രവണതയെ സ്വാധീനിക്കുന്നു. അപ്പോൾ അഭികേന്ദ്ര ബലം കുറവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വളവ് തിരിയുന്ന വാഹനങ്ങളൊക്കെ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മാസും വേഗവും അതുപോലെ തന്നെ ആ വളവിൻ്റെ ആ ഒരു വക്രതയും വാഹനം മറയുന്നതിനുള്ള പ്രവണതയെ സ്വാധീനിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അഭികേന്ദ്ര ബലത്തിന് വിധേയമായി സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ സഞ്ചാരപാത വർത്തുളമോ വക്രമോ ആയിരിക്കും അല്ലേ. അങ്ങനെയെങ്കിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം തന്നെയല്ലേ അഭികേന്ദ്ര ബലമായി മാറിയത്. അപ്പോൾ ഭൂമി തന്നെയാണ് അത് കൊടുക്കുന്നത് അല്ലേ. ഭാരതത്തിൻ്റെ ശാസ്ത്രരംഗത്തെ പുതുയുഗ പിറവിക്ക് കാരണമായ ചന്ദ്രയാൻ 3 ഇതേ ഗുരുത്വാകർഷണ ബലം മറികടന്നല്ലേ ചന്ദ്രനിൽ എത്തിയത്. അപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ചുകൊണ്ടാണ് ചന്ദ്രയാൻ 3 എവിടെ എത്തിയത്? ചന്ദ്രനിലെത്തിയത് അല്ലേ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ച് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് പോകണമെങ്കിൽ വളരെയധികം ഊർജം ആവശ്യമില്ലേ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് പിടിച്ച് ആകർഷിക്കുന്നത് കൊണ്ട് ആ ഒരു ഗുരുത്വാകർഷണ ബലത്തിനെ ഭേദിച്ചിട്ട് വേണം ഉപഗ്രഹങ്ങൾക്ക് ബഹിരാകാശത്തേക്ക് പറക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ
പറക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്താ ഒരുപാട് എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉപഗ്രഹ വിക്ഷേപണത്തിന് വലിയ റോക്കറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതിനാണെന്നുണ്ടെങ്കിലോ ചിലവ് വളരെ കൂടുതലാണ്. ചന്ദ്രയാൻ വിക്ഷേപണത്തിന് ഉപയോഗിച്ച സാങ്കേതിക മേന്മ കൊണ്ട് മറ്റു രാജ്യങ്ങളുടെ ചാന്ദ്ര മിഷനുകളെ അപേക്ഷിച്ച് ശേഷി കുറഞ്ഞ റോക്കറ്റുകൾ ഉപയോഗിച്ച് ചന്ദ്രയാനെ ചന്ദ്രനിലെത്തിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, മറ്റു രാജ്യങ്ങളൊക്കെ വളരെയധികം വിക്ഷേപണ ശേഷിയുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രനിലേക്ക് റോക്കറ്റുകളൊക്കെ അയച്ചത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സാങ്കേതിക മേന്മ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, റോക്കറ്റുകളുടെ ആ ചെലവ് കുറച്ചിട്ട് ചന്ദ്രയാനെ ചന്ദ്രനിൽ എത്തിക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. ചന്ദ്രനിൽ എത്തുന്ന ലാൻഡറിൻ്റെ വേഗം ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം മൂലം വർദ്ധിക്കും. ഇങ്ങനെയുണ്ടാകുന്ന വേഗവർദ്ധനവിനെ ക്രമമായി കുറച്ചാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഈ സാങ്കേതിക വിദ്യയുടെ മികവിനെയാണ് പാഠാരംഭത്തിൽ കുട്ടികൾ വാഴ്ത്തിയത് എന്ന്. അപ്പോൾ എന്താ, ചന്ദ്രനിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ എന്താ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം ഉണ്ടാവും അവിടെ അല്ലേ. അപ്പോൾ അതിനെ ഭേദിച്ചിട്ട് വേണം ആ ലാൻഡറിനെ അവിടെ ഇറക്കാൻ. അപ്പോൾ ആ ഒരു വേഗവർദ്ധനവിനെ ക്രമമായിട്ട് കുറച്ചുകൊണ്ട് വന്നിട്ടാണ് ലാൻഡറിനെ അവിടെ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത്. അപ്പോൾ ഈ ഒരു മികവാണ് നമ്മുടെ പാഠം ആരംഭിച്ചപ്പോൾ തന്നെ കുട്ടികൾ പ്രശംസിച്ചൊക്കെ സംസാരിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി വിലയിരുത്തുക എന്ന് പറയുന്നൊരു ഭാഗം കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.